ലൈവ് വാർത്ത നിങ്ങൾക്കായി അവതരിപ്പിക്കുന്നത് സൺസിറ്റി ജുവലറി പത്തനാപുരം, വിജയകൃഷ്ണ ജുവലറി പുനലൂർ, ഇലഗൻ ഇവന്റ്സ് കാറ്ററിംഗ് പത്തനാപുരം, പവിത്രം ജുവലറി പുനലൂർ, പാലിത്ര ഫാഷൻ ജുവലറി പുനലൂർ, തോട്ടുകടവിൽ പുനലൂർ, ജോസ് ടെക്സ്റ്റൈൽസ് പുനലൂർ. Pure golden beauty. My dream girl. For your wedding. Sun City Golden Diamonds, Main Road, Pattanapuram. 100% BIS Hallmark Gold. ദേവ സ്റ്റാർ ഹോംസ് കെട്ടിട നിർമ്മാണം സ്വപ്ന സമാനമാക്കുവാൻ ദേവ സ്റ്റാർ ഹോംസിൽ വശ്യചാരുതയാർന്ന വർണ്ണവിസ്മയം ഒരുക്കിയിരിക്കുന്നു. ബാത്റൂമിന്റെ ഭംഗിയും ശുചിത്വവും ദേവ സ്റ്റാർ ഹോംസിലൂടെ ലോകോത്തര നിലവാരം പുലർത്തുന്നു. ഇലക്ട്രിക്കൽ, ഗ്ലാസ് വാഷ് ബേസിൻ, മിറർ, ബാത്റൂം ഫിറ്റിംഗ്സ്, മോഡുലാർ കിച്ചൺ, പ്ലംബിംഗ്, ടൈൽസ്, സാനിറ്ററി, പെയിന്റ്, ഫർണിച്ചർ, ഗ്രാനൈറ്റ്, സിമെന്റ്, CP fancy items. Best quality product is our responsibility. Deva Star Homes, Punalur, Pattanapuram. BIS 916 ഹോൾമാർക്ക് സ്വർണ്ണാഭരണങ്ങളുടെ എക്സ്ക്ലൂസീവ് ഷോറൂം വിജയകൃഷ്ണ ജുവല്ലേഴ്സ്, കൊട്ടാരക്കര, പുനലൂർ. പുനലൂർ ഇലക്ട്രിക്കൽസ് ആൻഡ് പ്ലംബിംഗ് നിയർ എക്സൈസ് സർക്കിൾ ഓഫീസ്, തൊളിക്കോട്, പുനലൂർ. എല്ലാവിധ ബ്രാൻഡഡ് കമ്പനികളുടെയും വിപുലമായ ശേഖരം. ബ്രാൻഡഡ് കമ്പനികളുടെ ഇലക്ട്രിക്കൽസ് ആൻഡ് പ്ലംബിംഗ് ഐറ്റംസ്, സാനിറ്ററികൾ, ലൈറ്റ് ഫിറ്റിംഗ്സ്, ഫാൻസി ലൈറ്റുകൾ, ന്യൂ ജനറേഷൻ LED ലൈറ്റുകൾ എന്നിവ മിതമായ നിരക്കിൽ ഇവിടെ നിന്നും ലഭിക്കുന്നു. ഇലക്ട്രിക്കൽസ് ആൻഡ് പ്ലംബിംഗ് നിയർ എക്സൈസ് സർക്കിൾ ഓഫീസ്, തൊളിക്കോട്, പുനലൂർ. സേവ് ഇലക്ട്രിസിറ്റി ആൻഡ് ASL Traders, Alimukkad, Punalur. Contact 98465 04688 70250 61801. നിങ്ങളുടെ സ്വപ്ന സൗധങ്ങൾക്ക് വർണ്ണപ്പകിട്ടേകാൻ ഏഷ്യൻ പെയിന്റ്സ്, ബർജർ പെയിന്റ് തുടങ്ങി എല്ലാ പ്രമുഖ കമ്പനികളുടെയും എല്ലാവിധ പെയിന്റുകളും ഹോൾസെയിൽ വിലയിൽ ലഭ്യമാണ്. ഡോർ ലോക്സ്, ഹാൻഡിൽസ്, ടവർ ബോൾട്ട്, അലൂമിനിയം ഫിറ്റിംഗ്സ്, വെൽഡിംഗ് റോഡ്, കട്ടിംഗ് ബ്ലേഡ്സ് തുടങ്ങി എല്ലാവിധ ഹാർഡ്വെയർ ഐറ്റംസും ഇവിടെ ലഭ്യമാണ്. ASL Traders, അലിമുക്ക്, പുനലൂർ. കമ്പനി, പത്തനാപുരം. വാസ്തുവിദ്യയുടെ താളിയോല ഗ്രന്ഥങ്ങളിൽ നിന്നും ആവാഹിച്ചെടുത്ത കരവിരുത്. വാസ്തുവിദ്യയുടെ പൊരുളറിഞ്ഞ 5 പതിറ്റാണ്ടിന്റെ ഉജ്ജ്വല പാരമ്പര്യവുമായി പോൾ ആൻഡ് കമ്പനി, പത്തനാപുരം. കേരളത്തിലെ ഈട്ടിയുടെയും തേക്കിന്റെയും ഈറ്റില്ലമായ പത്തനാപുരത്തു നിന്നും തുടങ്ങുന്ന ജൈത്രയാത്ര. ഇറക്കുമതി ചെയ്യുന്ന യൂസ് ആൻഡ് ത്രോ ഫർണിച്ചറിന്റെ കാലം കഴിഞ്ഞു. ഇനി ആർഷഭാരതത്തിന്റെ മുഖമുദ്രയായ ഈട്ടിയുടെയും തേക്കിന്റെയും ഫർണിച്ചർ ആജീവനാന്ത ഗ്യാരണ്ടിയോടെ ഉപയോഗിക്കൂ. പോൾ ആൻഡ് കമ്പനി, ഹെഡ് ഓഫീസ്, പത്തനാപുരം. ഇനിയെന്നും ഗൃഹോപകരണങ്ങൾ പലിശരഹിത വായ്പയിലൂടെ സ്വന്തമാക്കാൻ അവസരം. നോക്കട്ടെ. White Mart, South India's largest home appliances retail network. കുറുമ്പലിൽ ഇലക്ട്രോണിക്സ് എല്ലാ പ്രമുഖ കമ്പനികളുടെയും എയർ കണ്ടീഷണറുകൾ, ടെലിവിഷനുകൾ, റെഫ്രിജറേറ്ററുകൾ, മിക്സികൾ, ഗ്രൈൻഡറുകൾ, ഗ്യാസ് സ്റ്റവുകൾ, ഇൻഡക്ഷൻ കുക്കറുകൾ, അയൺ ബോക്സുകൾ, തയ്യൽ മെഷീനുകൾ, ഹോം തിയേറ്ററുകൾ, ലാപ്ടോപ്പ്, സെറ്റ് ടോപ്പ് കമ്പ്യൂട്ടറുകൾ തുടങ്ങി ഇലക്ട്രോണിക്സ് ആൻഡ് ഇലക്ട്രിക്കൽ ഉൽപ്പന്നങ്ങൾ, സ്പെയറുകൾ ഇവിടെ നിന്നും മിതമായ വിലയിൽ ലഭ്യമാണ്. കുറുമ്പലിൽ ഇലക്ട്രോണിക്സ്, SBTക്ക് സമീപം, മെയിൻ റോഡ്, പുനലൂർ. നമസ്കാരം, ലൈവ് വാർത്തയിലേക്ക് സ്വാഗതം. ഞാൻ മനോജ് വന്മള. പ്രധാന വാർത്തകൾ. കുന്നിക്കോട് പോലീസ് വൻ പാൻ മസാല ശേഖരം പിടികൂടി, കടയുടമ അറസ്റ്റിൽ. ഉറുകുന്ന് സ്വദേശിയെ കൃഷിയിടത്തിൽ മരിച്ച നിലയിൽ കണ്ടെത്തി. ഹൃദയാഘാതമാകാം മരണകാരണമെന്നാണ് പോലീസിന്റെ പ്രാഥമിക നിഗമനം. ചിതറ സ്കൂളിലെ സ്ഥിരം ശല്യക്കാരായ വാനരന്മാരെ വനപാലകർ വലയിലാക്കി. വാർത്തകൾ വിശദമായി. കുന്നിക്കോട് പുളിമുക്കൽ വിൽപ്പനയ്ക്കായി കടയിൽ സൂക്ഷിച്ചിരുന്ന 210 പാക്കറ്റ് പാൻ മസാല ശേഖരം കുന്നിക്കോട് പോലീസ് പിടികൂടി. കടയുടമ നജ്മുദ്ദീൻ കുഞ്ഞിനെ കസ്റ്റഡിയിലെടുത്തു. കുന്നിക്കോട് പോലീസിന് ലഭിച്ച രഹസ്യ വിവരത്തിന്റെ അടിസ്ഥാനത്തിൽ നടത്തിയ പരിശോധനയിലാണ് പാൻ മസാലകൾ കണ്ടെത്തിയത്. സംഭവത്തിൽ കടയുടമ പള്ളിമുക്ക് നിഷാദ് മൻസിലിൽ നജ്മുദ്ദീൻ കുഞ്ഞിനെ പോലീസ് അറസ്റ്റ് ചെയ്തു. ഏകദേശം 7000 രൂപയോളം വില വരുന്ന പാൻ മസാല ശേഖരമാണ് പിടികൂടിയതെന്ന് പോലീസ് അറിയിച്ചു. കഴിഞ്ഞയാഴ്ച വിളക്കുടിയിൽ വീട്ടിൽ സൂക്ഷിച്ചിരുന്ന 20,000 രൂപയുടെ പാൻ മസാല കുന്നിക്കോട് പോലീസ് പിടികൂടിയിരുന്നു. സംഭവവുമായി ബന്ധപ്പെട്ട് 60-കാരനായ മുഹമ്മദ് കുഞ്ഞിനെ പോലീസ് അറസ്റ്റ് ചെയ്തിരുന്നു. കൂടാതെ പട്ടാഴി മാർക്കറ്റിൽ പോലീസ് നടത്തിയ പരിശോധനയിൽ നിരവധി കടകളിൽ നിന്ന് പാൻ മസാല ശേഖരം പിടികൂടിയിരുന്നു. കുന്നിക്കോട് SI ഉമ്മർ റാവുത്തർ
ഉദ്യോഗസ്ഥർ ASI-മാരായ ചെറിയാൻ, സുരേഷ് എന്നിവർ പരിശോധനയ്ക്ക് നേതൃത്വം നൽകി. ന്യൂസ് ബ്യൂറോ, പുനലൂർ. ചരിത്ര സ്മാരകമായ പുനലൂർ തൂക്കുപാലത്തിന്റെ നവീകരണം ഡിസംബറിൽ പൂർത്തിയാകും. പുരാവസ്തു വകുപ്പ് ഉദ്യോഗസ്ഥരാണ് ഇക്കാര്യം അറിയിച്ചത്. പാലത്തിൽ കമ്പകപ്പലകൾ സ്ഥാപിക്കുന്ന ജോലികൾ പുരോഗമിക്കുകയാണ്. കാലാവസ്ഥ അനുകൂലമായതോടെ നവീകരണത്തിന് വേഗത വർദ്ധിച്ചിട്ടുണ്ട്. കഴിഞ്ഞ മാസങ്ങളിൽ ശക്തമായ മഴ നവീകരണത്തെ പ്രതികൂലമായി ബാധിച്ചിരുന്നു. എന്നാൽ മഴ മാറിയതോടെ വീണ്ടും നവീകരണ പ്രവർത്തനങ്ങൾ പുരോഗമിക്കുകയാണ്. ഡിസംബർ മാസം അവസാനത്തോടെ നവീകരണ പ്രവർത്തനങ്ങൾ പൂർത്തിയാക്കാൻ കഴിയുമെന്നാണ് വിലയിരുത്തപ്പെടുന്നത്. നവീകരണം പൂർത്തിയാകുന്നതോടുകൂടി ചരിത്ര സ്മാരകം ഗതകാല പ്രൗഢിയിലേക്ക് കടക്കും. ആയിരക്കണക്കിന് സഞ്ചാരികളെയും ചരിത്ര സ്നേഹികളെയും ആകർഷിച്ചിരുന്ന തൂക്കുപാലം വീണ്ടും സജീവമാകുന്നതോടെ കിഴക്കൻ മേഖലയിലേക്ക് സഞ്ചാരികൾ വീണ്ടും പ്രവഹിക്കും. കമ്പകത്തടികളുടെ അഭാവം മൂലം വർഷങ്ങളാണ് നവീകരണം നീണ്ടുപോയത്. KB ഗണേഷ് കുമാർ വനമന്ത്രിയായിരുന്നപ്പോൾ നടത്തിയ നീക്കങ്ങളാണ് ചരിത്ര സ്മാരകത്തിന് കമ്പകത്തടികൾ ലഭ്യമാക്കാൻ ഇടയാക്കിയത്. ന്യൂസ് ബ്യൂറോ, പുനലൂർ. പുനലൂർ ഉപജില്ലാ കായികമേളയ്ക്ക് സമാപനമായി. പുനലൂർ സ്വൻകരേറ്റി സ്കൂളിന് ഓവറോൾ കിരീടം ലഭിച്ചു. ബുധനാഴ്ച പുനലൂർ ബോയ്സ് ഹയർ സെക്കൻഡറി സ്കൂൾ PTA പ്രസിഡന്റ് P. വിജയന്റെ അധ്യക്ഷതയിൽ ചേർന്ന സമാപന യോഗം പുനലൂർ മുനിസിപ്പൽ വൈസ് ചെയർപേഴ്സൺ K. പ്രഭ ഉദ്ഘാടനം ചെയ്തു. ഇവരുടെ ആരോഗ്യപരമായ കാര്യങ്ങൾ നാളെ നമുക്ക് ഭാവിയിൽ ഇവരെ വളർത്തി കൊണ്ടുവരാൻ ഇവരുടെ ആരോഗ്യപരമായ കാര്യങ്ങളിൽ രക്ഷിതാക്കളും അധ്യാപകരും വളരെയേറെ ശ്രദ്ധിക്കണം. മെയിൻ കാര്യം മാനസികവും ശാരീരികവുമായുള്ള ആരോഗ്യം ഇവർക്ക് കൊടുക്കുവാൻ ശ്രദ്ധിക്കണം. പുനലൂർ ഗേൾസ് ഹൈസ്കൂൾ PTA പ്രസിഡന്റ് K. മധുമോഹൻ ചടങ്ങിൽ സംസാരിച്ചു. ഉപജില്ലാ കായികമേളയിൽ പുനലൂർ സെൻഗുരേറ്റി സ്കൂൾ ഓവറോൾ ചാമ്പ്യന്മാരായി. 190 പോയിന്റോടുകൂടിയാണ് സെൻഗുരേറ്റി ഒന്നാമതെത്തിയത്. കായിക അധ്യാപകരും കുട്ടികളും ട്രോഫിയുമായി നഗരത്തിൽ ആഹ്ലാദ പ്രകടനവും നടത്തി. ന്യൂസ് ബ്യൂറോ, പുനലൂർ. ശാസ്ത്ര സാഹിത്യ പരിഷത്ത് യുവജന സമിതിയുടെ ആഭിമുഖ്യത്തിൽ 100 ചലച്ചിത്ര സായാഹ്നങ്ങൾ എന്ന പരിപാടിയുടെ ജില്ലാതല ഉദ്ഘാടനം സംഘടിപ്പിച്ചു. ഹ്രസ്വ ചലച്ചിത്ര സംവിധായകൻ ബാബുരാജ് പരിപാടി ഉദ്ഘാടനം ചെയ്തു. ചാണപ്പാറ സന്മാർഗദായിനി സ്മാരക വായനശാലയിൽ നടന്ന പരിപാടി ഹ്രസ്വ ചലച്ചിത്ര സംവിധായകൻ ബാബുരാജ് ഉദ്ഘാടനം ചെയ്തു. ട്രോളിംഗുമായിട്ട് ബന്ധപ്പെട്ടാണ് വലിയ സമരം നടക്കുന്ന കാലമായിരുന്നു. മൺസൂൺ കാലത്തെ ട്രോളിംഗ് നിരോധിക്കണം എന്ന് പറഞ്ഞ് മത്സ്യത്തൊഴിലാളികൾ സമരം ചെയ്യുന്നതും എന്നൊരു കാലമായിരുന്നു. അപ്പൊ അത് എന്തുകൊണ്ട് ഇത് മൺസൂൺ കാല ട്രോളിംഗ് നിരോധനം എന്തുകൊണ്ട് പ്രാധാന്യം ഉള്ളതാണ് എന്ന് മത്സ്യസമ്പത്ത് സംരക്ഷിക്കേണ്ട ആവശ്യമുണ്ട് എന്ന് പറഞ്ഞിട്ടുള്ള കെ.പി. ശശി ചെയ്ത ഒരു സിനിമ വെച്ച് ഞങ്ങൾ തീരമേഖലയിൽ മുഴുവൻ യാത്ര ചെയ്യുന്ന ഒരു സിനിമ. അന്ന് സിനിമയെ പാടത്തേക്കും പറമ്പിലേക്കും പണിശാലകളിലേക്കും കലാലയങ്ങളിലേക്കും കളിസ്ഥലങ്ങളിലേക്കും വായനശാലകളിലേക്കും പരിചയപ്പെടുത്തുന്ന ജനകീയ വിദ്യാഭ്യാസ പരിപാടിയാണ് 100 ചലച്ചിത്ര സായാഹ്നങ്ങൾ. KSSP യുവസമിതി ജില്ലാ ചെയർമാൻ സൂര്യലക്ഷ്മി അധ്യക്ഷത വഹിച്ചു. ചടയമംഗലം മേഖലാ കമ്മിറ്റി സെക്രട്ടറി ഷിനു ചിതറ സ്വാഗതം പറഞ്ഞു. തിരക്കഥാകൃത്ത് ജോസ് ജോൺ, കൊട്ടാരക്കര താലൂക്ക് ലൈബ്രറി കൌൺസിൽ പ്രസിഡന്റ് JC അനിൽ, ദേശീയ പുരസ്കാര ജേതാവ് KVS കർത്ത, പരിഷത്ത് ജില്ലാ പ്രസിഡന്റ് ഹുമാം റഷീദ്, കൺവീനർ D. ഷിബു, ബിനുലാൽ, അഡ്വക്കേറ്റ് അൻസാരി എന്നിവർ നേതൃത്വം നൽകി. സ്വാഗത സംഘം ചെയർമാൻ GS പ്രിജിലാൽ നന്ദി പറഞ്ഞു. ന്യൂസ് ബ്യൂറോ, കടയ്ക്കൽ. പവിത്രം ജുവലേഴ്സ്. ട്രഡീഷണൽ ഓർണമെന്റ്സിനൊപ്പം ട്രെൻഡി ഫാഷൻ ഡിസൈനർ കളക്ഷൻസ്. കല്യാണ അവസരങ്ങളിൽ നിങ്ങൾ കണിഞ്ഞൊരുങ്ങുവാൻ മോഡേൺ ഫാഷൻ വെഡിംഗ് ജ്വല്ലറി, കൂടാതെ നിങ്ങളെ പ്രൗഢയാക്കുന്ന ന്യൂ അറൈവൽ പാർട്ടി വെയർ, എലഗന്റ് എത്തനിക് കളക്ഷൻസ്, പ്യുവർ 916 ഹോൾമാർക്ക് ഗോൾഡ്. പവിത്രം ഗോൾഡ് ആൻഡ് ഡയമണ്ട്സ്, പുനലൂർ. എലഗന്റ് ഇവന്റ്സ് ആൻഡ് കാറ്ററേഴ്സ്, പത്തനാപുരം. മേക്ക് യുവർ ഡേയ്സ് എലഗന്റ് ആൻഡ് ഇവന്റ്ഫുൾ. വിവാഹ നടത്തിപ്പിനും മറ്റു പ്രിയ മുഹൂർത്തങ്ങൾക്കും നെട്ടോട്ടമോടുന്നവർക്ക് ഇതാ ഒരു സന്തോഷ വാർത്ത. നിങ്ങളുടെ പ്രിയ മുഹൂർത്തങ്ങൾ ഏതുമാകട്ടെ, എല്ലാം ഒരു കുടക്കീഴിൽ മിതമായ നിരക്കിൽ. എലഗന്റ് ഇവന്റ്സ് ആൻഡ് കാറ്ററേഴ്സ്, പത്തനാപുരം. കാറ്ററിംഗ് സർവീസ്. വി കാറ്റർ ഫോർ ഓൾ ഒക്കേഷൻ. എലഗന്റ് ഇവന്റ്സ്, SBT ATM സമീപം, KO എബ്രഹാം ബിൽഡിംഗ്, പത്തനാപുരം.
തൊട്ടുകടവിൽ ട്രേഡേഴ്സ്, മെയിൻ റോഡ്, പുനലൂർ. സാനിറ്ററി ആൻഡ് ബാത്റൂം ഫിറ്റിംഗ്സ്, ടൈൽസ്, പാരിവെയർ, ക്രിസ്റ്റൽ ബാത്ത് ഗാലറി, ഇലക്ട്രിക്കൽ ഗുഡ്സ്, ഫാൻസി ലൈറ്റുകൾ, പാനസോണിക് എസിയുടെ അംഗീകൃത ഡീലർ, ഫിനോലിക്സ് പ്ലംബിംഗ് പൈപ്പുകൾ, കിച്ചൺ കബോർഡ് ആക്സസറീസ്, ക്വിക്ക് സ്റ്റെപ്പ് വുഡൻ ഫ്ലോറിംഗ്, മഹീന്ദ്ര പവർ ഓൾ ജനറേറ്ററുകൾ, ഹാർഡ്വെയർ, ഗുണമേന്മ, വിൽപ്പനാനന്തര സേവനം എന്നിവ ഞങ്ങളുടെ മാത്രം പ്രത്യേകതയാണ്. തൊട്ടുകടവിൽ ട്രേഡേഴ്സ്, ഗവൺമെന്റ് ഹയർ സെക്കൻഡറി സ്കൂളിന് സമീപം, പുനലൂർ. എടാ, നിന്നെപ്പോലെ ചെറുപ്പത്തിൽ തുടങ്ങിയതായി എനിക്കും ഡയബറ്റീസ്. എന്റെ കാഴ്ചശക്തി പൂർണ്ണമായും വീണ്ടെടുത്തു തന്നത് നമ്മുടെ ശങ്കേഴ്സ് ഐ ഹോസ്പിറ്റൽ അല്ലേ? ഡയബറ്റിക് റെറ്റിനോപ്പതി മൂലമുണ്ടാകുന്ന കാഴ്ചക്കുറവ് ചികിത്സിച്ച് മാറ്റുക തന്നെ വേണം. അതിന് ഏറ്റവും മികച്ച ചികിത്സ നമ്മുടെ ശങ്കേഴ്സ് ഐ ഹോസ്പിറ്റലിൽ ഉണ്ടല്ലോ. കാറ്ററാക്ട്, ഗ്ലൂക്കോമ ആൻഡ് ഡയബറ്റിക് ഐ കെയർ സെന്റർ. കാഴ്ചയുടെ ദീപവുമായി ഞങ്ങൾ നിങ്ങൾ പൊന്നു വാങ്ങുമ്പോൾ പൊന്നു സമ്മാനം, നറുക്കെടുപ്പോ ഭാഗ്യ പരീക്ഷണമോ ഇല്ല. ഓരോ പവൻ സ്വർണത്തിനുമൊപ്പം ഒരു ഗോൾഡ് കോയിൻ തികച്ചും സമ്മാനമായി സ്വന്തമാക്കാം. പൊന്നു വാങ്ങൂ, പൊന്നു സമ്മാനമായി നേടൂ. ഇടിമണ്ണിക്കൽ ജുവലറിയിൽ വളകലക്കം. അപൂർവ സുന്ദരങ്ങളായ വളകളുടെ 1000-ലേറെ ഡിസൈനുകൾ. പൊന്നു വാങ്ങുമ്പോൾ പൊന്നു സമ്മാനം. ഈ ഓഫർ ഒക്ടോബർ 15 വരെ മാത്രം. ഇടിമണ്ണിക്കൽ ജുവലറി, പുനലൂർ. ഇടിമണ്ണിക്കൽ ഫാഷൻ ജുവലറി, ചങ്ങനാശ്ശേരി, കാഞ്ഞിരപ്പള്ളി, മുണ്ടക്കയം, മുക്കുട്ടുതറ, ചിറ്റാർ, റാന്നി. ഉറുകുന്ന് സ്വദേശിയെ കൃഷിയിടത്തിൽ മരിച്ച നിലയിൽ കണ്ടെത്തി. ഹൃദയാഘാതമാകാം മരണകാരണമെന്നാണ് പോലീസിന്റെ പ്രാഥമിക നിഗമനം. ഉറുകുന്നു സ്വദേശിയെ ഇടമൺ റെയിൽവേ സ്റ്റേഷന് സമീപത്തെ കൃഷിയിടത്തിൽ മരിച്ച നിലയിൽ കണ്ടെത്തി. ഉറുകുന്നു ചരിവിള പുത്തൻ വീട്ടിൽ 68 വയസ്സുള്ള രാജുവിനെയാണ് മരിച്ച നിലയിൽ കണ്ടെത്തിയത്. ഇടമൺ സ്വദേശിയായ സൈമണിന്റെ പുരയിടം കഴിഞ്ഞ 4 വർഷമായി രാജു പാട്ടത്തിനടുത്ത് കൃഷി ചെയ്തു വരികയായിരുന്നു. കഴിഞ്ഞ ദിവസം രാത്രിയിൽ പുരയിടത്തിൽ മീൻ പിടിക്കുവാൻ പോയിരുന്നു. തുടർന്ന് ഹൃദയാഘാതം ഉണ്ടായതാകാം എന്നാണ് പോലീസിന്റെ പ്രാഥമിക നിഗമനം. ശരീരത്ത് പൊള്ളൽ ഏറ്റതുപോലെ പാടുകളും വായിൽ കൂടി രക്തവും വന്നിരുന്നതിനാൽ മൃതദേഹം പരിശോധന നടത്തിയ തെന്മല പോലീസ് തിരുവനന്തപുരം മെഡിക്കൽ കോളേജ് ആശുപത്രിയിലേക്ക് പോസ്റ്റ്മോർട്ടത്തിന് അയച്ചു. ന്യൂസ് ബ്യൂറോ, പുനലൂർ. ജോയിന്റ് കൌൺസിൽ പുനലൂർ ബ്രാഞ്ച് വാർഷിക സമ്മേളനം സംഘടിപ്പിച്ചു. സംസ്ഥാന സെക്രട്ടറി KA സമീർ ഷാ ഉദ്ഘാടനം നിർവഹിച്ചു. ജോയിന്റ് കൌൺസിൽ പുനലൂർ ബ്രാഞ്ചിന്റെ 44ാമത് വാർഷിക സമ്മേളനം പുനലൂരിൽ സംഘടിപ്പിച്ചു. വെട്ടിപ്പുഴ NSS ഓഡിറ്റോറിയത്തിലാണ് പരിപാടികൾ സംഘടിപ്പിച്ചത്. രാവിലെ 9-ന് പ്രതിനിധികളുടെ രജിസ്ട്രേഷൻ നടന്നു. 9:30-ന് പതാക ഉയർത്തലും 10-ന് പ്രതിനിധി സമ്മേളനവും നടന്നു. പ്രതിനിധി സമ്മേളനത്തിന് പുനലൂർ ബ്രാഞ്ച് പ്രസിഡന്റ് R. അനി അധ്യക്ഷത വഹിച്ചു. വൈസ് പ്രസിഡന്റ് G. ബിനു രക്തസാക്ഷി പ്രമേയം അവതരിപ്പിച്ചു. ജോയിന്റ് സെക്രട്ടറി S. അഭിലാഷ് അനുശോചന പ്രമേയം അവതരിപ്പിച്ചു. ജില്ലാ കൌൺസിൽ അംഗം M. റിൽജു സ്വാഗതം പറഞ്ഞു. സംസ്ഥാന സെക്രട്ടറി KM സമീൻ ഷാ ഉദ്ഘാടനം നിർവഹിച്ചു. ഓഫീസുകളിൽ ജോലി ചെയ്യുന്ന നമുക്ക് ഓരോരുത്തരുടെയും ചിന്തയിലെത്തുന്ന കാര്യം ഞാൻ നേരത്തെ പറഞ്ഞപോലെ എന്റെ മാതാപിതാക്കൾ എനിക്ക് വിദ്യാഭ്യസിച്ചു. അതിനകത്ത് ഈ സമൂഹത്തിന് യാതൊരു ബാധ്യതയുമില്ല. എനിക്ക് ജോലി കിട്ടുന്നതിലും സമൂഹം ഒരു പങ്കും വഹിച്ചിട്ടില്ല. അതുകൊണ്ട് എന്റെ കസേരയും എന്റെ മേശയും എന്റെ ശമ്പളവും അതിന് ഞാനിരുന്ന് എനിക്ക് ഇഷ്ടപ്പെട്ട നിലയിൽ ജോലി ചെയ്താൽ എന്ത് ചെയ്യും. ജില്ലാ സെക്രട്ടറി N. കൃഷ്ണകുമാർ സംഘടനാ റിപ്പോർട്ട് അവതരിപ്പിച്ചു. ബ്രാഞ്ച് സെക്രട്ടറി G. രഞ്ജിത്ത് പ്രവർത്തന റിപ്പോർട്ട് അവതരിപ്പിച്ചു. സംസ്ഥാന കമ്മിറ്റി അംഗം രാധാകൃഷ്ണപിള്ള, ജില്ലാ പ്രസിഡന്റ് R. ഉദയൻ, ജില്ലാ ട്രഷറർ ശശിരൻ പിള്ള തുടങ്ങിയവർ സംസാരിച്ചു. ന്യൂസ് ബ്യൂറോ, പുനലൂർ. പുനലൂർ സെന്റ് തോമസ് ഹയർ സെക്കൻഡറി സ്കൂളിൽ സാംസ്കാരിക സമ്മേളനവും നിയമ ബോധവൽക്കരണ സെമിനാറും സംഘടിപ്പിച്ചു. ജില്ലാ ജഡ്ജി AK ഗോപകുമാർ ചടങ്ങ് ഉദ്ഘാടനം ചെയ്തു. KELSIയുടെയും കേരള ഫോക്കസ് കൾച്ചറൽ സെന്ററിന്റെയും ആഭിമുഖ്യത്തിൽ സാംസ്കാരിക സമ്മേളനവും നിയമ ബോധവൽക്കരണ സെമിനാറും സംഘടിപ്പിച്ചു. പുനലൂർ സെന്റ് തോമസ് ഹയർ സെക്കൻഡറി സ്കൂളിലാണ് പരിപാടികൾ സംഘടിപ്പിച്ചത്. സമ്മേളനത്തിന് സ്കൂൾ മാനേജർ ജേക്കബ് തോമസ് അധ്യക്ഷത വഹിച്ചു. കേരള ഫോക്കസ് മാനേജിംഗ് എഡിറ്റർ വിഷ്ണുദേവ് സ്വാഗതം പറഞ്ഞു. കേരള ഫോക്കസ് കൾച്ചറൽ സെന്റർ പ്രസിഡന്റ് VP ഉണ്ണികൃഷ്ണൻ വിശിഷ്ട വ്യക്തികളെ പരിചയപ്പെടുത്തി. നിയമ ബോധവൽക്കരണ സെമിനാറിന്റെയും ക്ലാസിന്റെയും ഉദ്ഘാടനം ജില്ലാ ജഡ്ജി AK ഗോപകുമാർ നിർവഹിച്ചു. നിങ്ങളുടെ ജീവിത വീക്ഷണം നിങ്ങൾക്ക് രൂപപ്പെടുത്തിയെടുക്കേണ്ട ഒരു സമയമാണിത്. നിങ്ങൾ എങ്ങനെ ജീവിക്കണം, നിങ്ങൾക്കൊരു സാമൂഹ്യ ബോധം ഉണ്ടാകണം, നിങ്ങൾക്ക് ഒരു ആത്മവിശ്വാസം ഉണ്ടാകണം. ഈ രാജ്യത്തെ പൗരന്മാരായി നിങ്ങൾക്ക് എങ്ങനെ ജീവിക്കണം, ഇങ്ങനെയുള്ള ഒരു പരിശീലന കളരിയാണ് ഈ വിദ്യാർത്ഥി കാലഘട്ടം എന്ന് പറയുന്നത്. പക്ഷേ ഈ നിങ്ങൾ ഔപചാരികമായി സ്കൂളിൽ നിന്ന് പഠിക്കുന്നത് എനിക്ക് തോന്നുന്നു ഒരു 25% മാത്രമേ ഉള്ളൂ. ബാക്കി 75% അധ്യാപകരിൽ നിന്നോ മറ്റുള്ളവരിൽ നിന്നോ പുറത്തു നിന്നോ പത്രങ്ങളിൽ നിന്നോ ബുക്കുകളിൽ നിന്നോ ഒക്കെ നിങ്ങൾ സ്വയം പഠിക്കേണ്ടതാണ്. അപ്പോൾ നിങ്ങൾ ഒരു ശരിയായ ഒരു പൗരനായി രൂപപ്പെട്ടു വരണമെങ്കിൽ നിങ്ങൾ ഔപചാരിക വിദ്യാഭ്യാസത്തിന് പുറമെ കുറേ കാര്യങ്ങൾ മനസ്സിലാക്കുക. ആ മനസ്സിലാക്കുന്ന കൂട്ടത്തിലെ ഏറ്റവും പ്രധാനം എനിക്ക് തോന്നുന്നു നിയമം നിങ്ങൾ അറിഞ്ഞിരിക്കുക.
നിയമം എന്ന് പറഞ്ഞാൽ ഒരു അഡ്വക്കേറ്റ് പഠിക്കുന്ന മാതിരി, അല്ലെങ്കിൽ ലോ വിദ്യാർത്ഥി പഠിക്കുന്ന മാതിരി, അതല്ലെങ്കിൽ ഒരു കോടതിയിലെ ജുഡീഷ്യൽ ഉദ്യോഗസ്ഥന്മാരെ നിയമം നോക്കുന്ന മാതിരി അത്ര ആഴത്തിൽ പരിശോധിക്കുകയോ അളക്കുകയോ മനസ്സിലാക്കുകയോ വേണ്ട. അതിനെക്കുറിച്ചൊരു മൗലികമായ ഒരു ഏകദേശ ധാരണ വളർന്നു വരുന്ന തലമുറ എന്ന നിലയ്ക്ക് നിങ്ങളെപ്പോലുള്ള കുട്ടികൾ മനസ്സിലാക്കിയിരിക്കണം. സാംസ്കാരിക സമ്മേളനത്തിന്റെ ഉദ്ഘാടനം കൊല്ലം അസിസ്റ്റന്റ് കളക്ടർ എസ് ചിത്ര IAS നിർവഹിച്ചു. നമ്മളൊക്കെ ഇന്ത്യയില് നമ്മുടെ നാട്ടില് ജീവിക്കുമ്പോൾ നമ്മുടെ അവകാശങ്ങളെ പറ്റി തികച്ചും ബോധവാന്മാരായിരിക്കണം. അപ്പൊ നിങ്ങൾക്ക് ഇന്ന് ഒരു മൗസ് ക്ലിക്കില് ഇന്ത്യയില് എവിടെയുമുള്ള കാര്യങ്ങള് കാണാൻ പറ്റുന്നു, അറിയാൻ പറ്റുന്നു. എനിക്ക് തോന്നുന്നു ആദ്യമായിട്ടൊരു IAS-കാരനെ അല്ലെ AS-കാരെ കാണുന്നത് 12th കഴിഞ്ഞിട്ടാണ്. അതിനു മുൻപ് ജസ്റ്റ് ഒന്ന് കണ്ടു, അത്രേ ഉള്ളൂ. പക്ഷേ അതുപോലെ ഡിസ്ട്രിക്ട് ജഡ്ജിനെയൊക്കെ ഞാൻ കാണുന്നത് സത്യം പറഞ്ഞാല് എന്റെ ആദ്യത്തെ പോസ്റ്റിങ്ങിന് വന്നപ്പോഴാണ്. പക്ഷെ ഇന്നത്തെ കുട്ടികൾക്ക് കൂടുതൽ അവസരങ്ങൾ ലഭിക്കുന്നു, ആളുകളുമായിട്ട് ഇന്ററാക്ട് ചെയ്യാൻ, സമൂഹത്തിൽ എന്താണ് നടക്കുന്നത് എന്ന് ഡയറക്റ്റ് ആയിട്ട് അറിയാൻ. അപ്പൊ ഇതൊക്കെ വലിയൊരു റെസ്പോൺസിബിലിറ്റിയാണ് നിങ്ങൾക്ക് കൊണ്ടെത്തിച്ചു തരുന്നത്. കാരണം ഇന്ന് നമ്മളെ വളരെ ഓമന പേരില് ജനറേഷൻ നെക്സ്റ്റ് എന്ന് വിളിക്കും അല്ലെ? പക്ഷെ അത്ര ഫോൺനെസ്സോടൊന്നും കൂടിയല്ല വിളിക്കുന്നത്. പലപ്പോഴും ദുശീലങ്ങൾക്ക് അടിമപ്പെടുന്ന, സാമൂഹിക ബോധം ഇല്ലാത്ത ഒരു തലമുറ എന്ന ഒരു തെറ്റിദ്ധാരണ നമ്മുടെ ഇളം തലമുറയെ പറ്റി സമൂഹത്തിനുണ്ട്. അപ്പൊ ആ ഒരു തെറ്റിദ്ധാരണ മാറ്റിയെടുക്കേണ്ടതും അതോടൊപ്പം നമ്മുടെ സമൂഹം നിങ്ങളിൽ നിന്ന് ഒരുപാട് എക്സ്പെക്ട് ചെയ്യുന്നുണ്ട്. BJP സംസ്ഥാന സെക്രട്ടറി B രാധാമണി, ചലച്ചിത്ര ഗാന രചയിതാവ് ഉമ്മന്നൂർ ഗോപാലകൃഷ്ണൻ, കേരള ഫോക്കസ് കൾച്ചറൽ സെന്റർ സെക്രട്ടറി മിംസി അലിമുക്ക്, കവി അനീഷ് K ഐലറ, ശ്രീഹരി തളിരോട്, ജനമൈത്രി പോലീസ് SI ജോർജ് കുട്ടി, താലൂക്ക് ലീഗൽ സർവീസ് കമ്മിറ്റി സെക്രട്ടറി ഷിബു തോമസ്, MA സാബു, ബിജീഷ് ഭാസ്കർ, ഐക്കര ബാബു, N ജനാർദ്ദനൻ, V രാധാമണി, ചെറിയാൻ, രശ്മി, ശ്രീദേവി പ്രകാശ് തുടങ്ങിയവർ സംസാരിച്ചു. ന്യൂസ് ബ്യൂറോ, പുനലൂർ. ചിതറ സ്കൂളിലെ ശല്യക്കാരായിരുന്ന വാനര സംഘത്തിൽപ്പെട്ട 2 വാനരന്മാരെ കെണിയിൽപ്പെടുത്തി. വനപാലകരുടെ സഹായത്തോടെയാണ് ഇവരെ കെണിയിലാക്കിയത്. ചിതറ ഗ്രാമപഞ്ചായത്തിലെ തൂറ്റിക്കൽ ഗവൺമെന്റ് LP സ്കൂളിലാണ് നാളുകളേറെയായി വാനര സംഘം വ്യാപകമായ നാശനഷ്ടം ഉണ്ടാക്കിയിരുന്നത്. കുട്ടികളുടെ ബാഗുകൾ, ഭക്ഷണപ്പൊതികൾ എന്നിവ തട്ടിയെടുക്കുക, കുടിവെള്ള പൈപ്പുകൾ നശിപ്പിക്കുക, സ്കൂൾ വളപ്പിലെ തെങ്ങുകളിലെ തേങ്ങകൾ നശിപ്പിക്കുക എന്നിവയായിരുന്നു ഇവരുടെ സ്ഥിരം കലാപരിപാടികൾ. വാനരന്മാരുടെ ശല്യം വർദ്ധിച്ചതോടെ സ്കൂൾ അധികൃതരും PTA-യും സംയുക്തമായി ഫോറസ്റ്റ് അധികൃതർക്ക് പരാതി നൽകുകയായിരുന്നു. സ്കൂളിലെ കുട്ടികളുടെ ബാഗും പാത്രങ്ങളും എടുത്തുകൊണ്ട് പോകും, പിന്നെ സ്കൂളിലെ വാട്ടർ ടാങ്ക് നശിപ്പിക്കും, സ്കൂളിലെ ധാന്യങ്ങൾ നശിപ്പ്, അങ്ങനെയായപ്പോഴാണ് നമ്മൾ ഫോറസ്റ്റ് പരാതി കൊടുത്തത്. ഇതേ തുടർന്നാണ് വ്യാഴാഴ്ച രാവിലെ ഫോറസ്റ്റ് അധികൃതർ സ്കൂൾ വളപ്പിൽ കൂട് സ്ഥാപിച്ചത്. കൂട് സ്ഥാപിച്ച് ഫോറസ്റ്റ് അധികൃതർ മടങ്ങി ഏതാനും മണിക്കൂറുകൾക്കകം തന്നെ 2 വാനരന്മാർ കെണിയിൽപ്പെട്ടു. ഒരു കുട്ടി വാനരനും മറ്റൊരു മുതിർന്ന വാനരനുമാണ് കെണിയിൽപ്പെട്ടത്. ഇതോടെ മറ്റു വാനരന്മാർ എത്തുകയും കൂട്ടിൽ നിന്നും ഇവരെ മോചിപ്പിക്കാനുള്ള ശ്രമങ്ങൾ നടത്തുകയും ചെയ്തു. മറ്റുള്ള വാനരന്മാരെ പിടികൂടാൻ കൂട് വീണ്ടും ഇവിടെ സ്ഥാപിക്കുമെന്നാണ് ഫോറസ്റ്റ് അധികൃതർ അറിയിച്ചിട്ടുള്ളത്. ന്യൂസ് ബ്യൂറോ, കടയ്ക്കൽ. ഈ നിമിഷമായിരുന്നു എന്റെ സ്വപ്നം. ഈ കാഴ്ചയ്ക്കായിരുന്നു എന്റെ കാത്തിരിപ്പ്. ഈ മുഹൂർത്തത്തിനായിരുന്നു ഞങ്ങളുടെ ജീവിതം. ഈ സംഗമത്തിനായിരുന്നു ഞങ്ങളുടെ പ്രാർത്ഥന. പാലത്ര ഫാഷൻ ജുവലേഴ്സ്, as pure as your love. പുനലൂർ, ആലപ്പി, പത്തനംതിട്ട, ചേർത്തല. വെറൈറ്റി ലേഡീസ് കളക്ഷൻസിന്റെ നവീകരിച്ച ഷോറൂം പുനലൂർ SPTക്ക് സമീപം പ്രവർത്തനം ആരംഭിച്ചിരിക്കുന്നു. മാച്ചിംഗ് മാല, വള, കമ്മൽ, ഹെയർ ക്ലിപ്പ്, ഷെഹനാസ്, ലാക്മി, ആറ്റിക്സ് ഡാസ്ലർ, മെബ്ലിൻ, ലോറിയൽ, ലോട്ടസ്, റെവലോൺ കൂടാതെ നിരവധി പ്രമുഖ കമ്പനികളുടെ ഉൽപ്പന്നങ്ങൾ, കൂടാതെ ലേഡീസ് ബാഗുകൾ, പേഴ്സുകൾ, ക്ലേഷ് ബാഗുകൾ, ഗിഫ്റ്റ് ടോയ്സ്, ഫ്ലവേഴ്സ്, ക്ലേഷ് ഐറ്റംസ്, ചുരിദാർ മെറ്റീരിയൽസ്, ബ്രൈഡൽ കളക്ഷൻസ്, ഡാൻസ് ഓർണമെന്റ്സ്, ഭരതനാട്യം സെറ്റ് ഹോൾസെയിൽ വിലയിൽ നിങ്ങൾക്ക് ലഭിക്കുന്നു. വെറൈറ്റി ലേഡീസ് കളക്ഷൻസ്, സിറ്റി അലൂമിനിയം ട്രേഡേഴ്സ്, ചെമ്മന്തൂർ, പുനലൂർ. മികച്ച പ്രാവീണ്യം നേടിയ ഞങ്ങൾ അലൂമിനിയം പാർട്ടീഷൻ, സൂപ്പർ സ്ലൈഡിംഗ് വിൻഡോസ്, ഫോൾ സീലിംഗ്സ്, സ്ട്രക്ചറൽ ഗ്ലേസിംഗ്, ജിപ്സം ബോർഡ്, PVC ഡോർ, PVC സീലിംഗ്, കിച്ചൺ കബോർഡ് ആക്സസറീസ്, ബാത്റൂം ഡോർസ് കൂടാതെ എല്ലാവിധ അലൂമിനിയം ഫാബ്രിക്കേഷൻ വർക്ക്സും മെറ്റീരിയൽസും ഞങ്ങളിൽ നിന്ന് മിതമായ വിലയിൽ പർച്ചേസ് ചെയ്ത് നിങ്ങളുടെ സൗകര്യാർത്ഥം ചെയ്തു നൽകപ്പെടുന്നു. സിറ്റി അലൂമിനിയം ട്രേഡേഴ്സ്, ഫോൺ 0475220357. പൊന്നണിയാൻ ആശിക്കുന്ന പെൺമനസ്സുകൾക്ക് പൊന്നിൻ കലവറയുമായി പവിഴം ഗോൾഡ്.
ലേറ്റസ്റ്റ് ഫാഷൻ ഡിസൈൻ ആഭരണങ്ങളുടെയും പാരമ്പര്യ തനിമയുള്ള ആഭരണങ്ങളുടെയും വിപുലമായ കളക്ഷൻസ്. മനസ്സ് നിറഞ്ഞ് അണിഞ്ഞൊരുങ്ങാൻ പവിഴം ഗോൾഡ് ഉള്ളപ്പോ ആഘോഷങ്ങൾക്കിനി അതിരുകൾ വേണ്ട. പവിഴം ഗോൾഡ് 100% 916 BIS ഹോൾമാർക്ക് ഷോറൂം, മുനിസിപ്പൽ ബിൽഡിംഗ്, മാർക്കറ്റ് ജംഗ്ഷൻ, പുനലൂർ. അഞ്ചൽ സെയിന്റ് ജോസഫ് മിഷൻ ഹോസ്പിറ്റൽ ആതുര സേവനത്തിന്റെ 62ാം വർഷത്തിളക്കത്തിൽ മൾട്ടി സ്പെഷ്യാലിറ്റി, സൂപ്പർ സ്പെഷ്യാലിറ്റി വിഭാഗത്തിലുള്ള എല്ലാത്തരം രോഗങ്ങൾക്കും പ്രതിവിധി നൽകുന്നു. പരിചയസമ്പന്നരും പ്രഗത്ഭരുമായ ഡോക്ടേഴ്സ്, ഡയാലിസിസ് യൂണിറ്റ്, ബ്ലഡ് ബാങ്ക്, ക്ലിനിക്കൽ ലാബ്, ന്യൂറോ ICU, കാർഡിയക് ICU, സർജിക്കൽ ICU മുതലായ നൂതന സൗകര്യങ്ങളോട് കൂടിയ സെയിന്റ് ജോസഫ് മിഷൻ ഹോസ്പിറ്റൽ അഞ്ചലിന്റെ ഹൃദയഭാഗത്തായി ശോഭിക്കുന്നു. ഫോൺ 0475 2271 341 ഓധാൻ ഫിനിഷർ ചർച്ച് പുനലൂർ ഒരുക്കുന്ന ആരാധനയും വിടുതൽ ശുശ്രൂഷയും എല്ലാ ഞായറാഴ്ചയും വെള്ളിയാഴ്ചയും രാവിലെ 10:30 മുതൽ ഉച്ചയ്ക്ക് 1 മണി വരെ പുനലൂർ ചെമ്മന്തൂർ YMCA ഹാളിൽ ഈ തലമുറയിലെ അഭിഷിക്തനായ പാസ്റ്റർ ജോഷി വർഗീസ് ദൈവവചനം ശുശ്രൂഷിക്കുന്നു. നിങ്ങൾക്കായി പ്രത്യേകം പ്രാർത്ഥിക്കുന്നു. ഏവർക്കും സ്വാഗതം. വരിക, യേശുക്രിസ്തു നിങ്ങളെ വിടുവിക്കും. കൂടുതൽ വിവരങ്ങൾക്ക് ഫോൺ 9605061422 9744674066. പുനലൂർ ലയൺസ് ക്ലബ് ഓഫ് ഇന്റർനാഷണൽ ഗ്രേറ്ററിന്റെ ആഭിമുഖ്യത്തിൽ ജില്ലാ ലയൺസ് ബോർഡ് പ്രസിഡന്റായി തിരഞ്ഞെടുക്കപ്പെട്ട ശോഭ്യ ഇസഹാക്കിനും പുനലൂർ നഗരസഭാ ചെയർമാനായി തിരഞ്ഞെടുക്കപ്പെട്ട MA രാജഗോപാലിനും സ്വീകരണം നൽകി. ചടങ്ങിൽ തണൽ പദ്ധതിയുടെ ഉദ്ഘാടനവും നിർവഹിച്ചു. ലയൺസ് ക്ലബ് ഇന്റർനാഷണൽ പുനലൂർ ഗ്രേറ്ററിന്റെ നേതൃത്വത്തിൽ ലയൺസ് ക്ലബ് ഡിസ്ട്രിക്ട് ബോർഡ് പ്രസിഡന്റായി തിരഞ്ഞെടുക്കപ്പെട്ട ശോഭിത ഇസാക്കും പുനലൂർ നഗരസഭാ ചെയർമാനായി തിരഞ്ഞെടുക്കപ്പെട്ട MA രാജഗോപാലിനും സ്വീകരണം നൽകി. ചടങ്ങിൽ വഴിയോര വാണിഭം നടത്തുന്നവർക്ക് കുടകൾ നൽകുന്ന പദ്ധതിയായ തണലിന്റെ ഉദ്ഘാടനം സംഘടിപ്പിച്ചിരുന്നു. തണൽ പദ്ധതിയുടെ ഉദ്ഘാടനം ലയൺസ് ക്ലബ് അസിസ്റ്റന്റ് ഗവർണർ അഡ്വക്കേറ്റ് ശ്രീകുമാരൻ നിർവഹിച്ചു. കച്ചവടം നടത്തുന്ന തങ്ങളുടെ കുടുംബം നിലനിർത്തുന്നതിന് അവർക്കൊരു തണൽ കൊടുക്കുക എന്നുള്ള ശോഭിതയുടെ ചിന്ത എത്രയോ മഹത്തരമാണ്. നാം എല്ലാം കാണാറുണ്ട്, പക്ഷേ ആരെപ്പറ്റിയും പലപ്പോഴും ചിന്തിക്കാനും ഈ വേഗത കൊണ്ട ജീവിത ശൈലിയിൽ ആർക്കും സമയം കിട്ടുന്നില്ല. കുടകളുടെ വിതരണം നഗരസഭാ ചെയർമാൻ MA രാജഗോപാൽ നിർവഹിച്ചു. തുടർന്ന് വിശിഷ്ട വ്യക്തികളെ ഉപകാരം നൽകി ആദരിച്ചു. ആദരവിന് ശോഭിത ഇസാക്കും MA രാജഗോപാലും നന്ദി പ്രകാശിപ്പിച്ചു. മനുഷ്യൻ രൂപം കൊടുത്ത മതങ്ങൾക്ക് തന്നെ ഭ്രാന്ത് പിടിച്ച ഒരു കാലത്താണ് നമ്മൾ ജീവിക്കുന്നത്. ഇപ്പൊ എല്ലാ മതങ്ങളും, എല്ലാ സംഘടനകളും, ലയൺസ് ക്ലബ് ആണെങ്കിലും എല്ലാ രാഷ്ട്രീയ പാർട്ടികളും, എല്ലാ മതങ്ങളും യഥാർത്ഥത്തിൽ മനുഷ്യന്റെ നന്മയാണ് ഉദ്ദേശിച്ചിട്ടുള്ളത്. എല്ലാ മതങ്ങളും, ഏത് മതം നമ്മളെടുത്ത് പരിശോധിച്ച് നോക്കിയപ്പോൾ നാം ആഹാരം കഴിക്കുന്നതിന് മുമ്പ് ചുറ്റുമുള്ള 40 വീടുകൾ നോക്കി ആഹാരം കഴിച്ചിട്ടുണ്ടോ എന്ന് ചോദിച്ചിട്ട് ആഹാരം കഴിക്കണം എന്ന് പറഞ്ഞ പ്രവാചകന്റെ പേരിലാണ് ഇന്ന് ലോകത്ത് ഏറ്റവും കൂടുതൽ ആക്രമണങ്ങൾ നടക്കുന്നത്. വസുദൈവ കുടുംബകം, ലോകം മുഴുവൻ ഒരു 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 കുടുംബമാണ് എന്ന് പഠിപ്പിച്ച ഹിന്ദുമതത്തിൽ ഇപ്പൊ തീവ്രവാദ പ്രസ്ഥാനങ്ങൾ വരുന്നുണ്ട്. മനുഷ്യ സ്നേഹമാണ്. ഇതിപ്പോ പിന്നെ ക്രൈസ്തവ മതമാണെങ്കിലും എല്ലാം മനുഷ്യ സ്നേഹമാണ് ശരിക്കും പ്രചരിപ്പിക്കുന്നത്, പഠിപ്പിക്കുന്നത്. പക്ഷെ നിർഭാഗ്യവശാൽ ആ ദിശയിലേക്കല്ല ഇപ്പൊ പലരും കടന്നു പോകുന്നു. ചടങ്ങിന് ലയൺസ് പുനലൂർ ഗ്രേറ്റർ പ്രസിഡന്റ് SS അലി അധ്യക്ഷത വഹിച്ചു. സെക്രട്ടറി പ്രിജിൽ പ്രസന്നകുമാർ സ്വാഗതം പറഞ്ഞു. ട്രഷറർ T ശിവകുമാർ നന്ദി പ്രകാശിപ്പിച്ചു. ന്യൂസ് ബ്യൂറോ, പുനലൂർ. ശബരിമല തീർത്ഥാടകരിൽ നിന്നും അമിത വില ഈടാക്കുന്ന പത്തനാപുരത്തെ വ്യാപാര സ്ഥാപനങ്ങൾക്കെതിരെ നടപടി കർശനമാക്കുമെന്ന് തഹസിൽദാർ K പ്രദീപ് കുമാർ അറിയിച്ചു. ഹോട്ടലുകൾ കേന്ദ്രീകരിച്ചുള്ള പരിശോധന നാളെ മുതൽ ശക്തമാക്കും. അന്യസംസ്ഥാനങ്ങളിൽ നിന്നും എത്തുന്ന തീർത്ഥാടകരിൽ നിന്നും ചില കച്ചവടക്കാർ അമിത വില ഈടാക്കുന്നതായുള്ള പരാതിയെ തുടർന്നാണ് ഇത്തരക്കാർക്കെതിരെ നടപടി സ്വീകരിക്കുവാൻ പത്തനാപുരം താലൂക്ക് തഹസിൽദാരുടെ നേതൃത്വത്തിൽ നടപടികൾ ആരംഭിച്ചത്. നിരവധി കടകളിൽ പരിശോധനകൾ നടത്തി. വരും ദിവസങ്ങളിൽ ഹോട്ടലുകൾ കേന്ദ്രീകരിച്ചുള്ള പരിശോധനകളും ശക്തമാക്കുമെന്നും പത്തനാപുരം താലൂക്ക് തഹസിൽദാർ K പ്രദീപ് കുമാർ അറിയിച്ചു. തീർത്ഥാടനവുമായി ബന്ധപ്പെട്ട് പത്തനാപുരം ടൗണിലെയും പരിസര പ്രദേശങ്ങളിലുമുള്ള ഹോട്ടലുകൾ, മറ്റ് കാപ്പിക്കടകളിലെല്ലാം അധികമായി വില ഈടാക്കുന്ന കാര്യം ശ്രദ്ധയിൽപ്പെട്ടിട്ടുണ്ട്. അതുപോലെ തന്നെ വൃത്തിഹീനമായ രീതിയിൽ സ്വാമിമാർക്കും പൊതുജനങ്ങൾക്കും ഭക്ഷണ പദാർത്ഥങ്ങൾ തയ്യാറാക്കി കൊടുക്കുന്നതുമായിട്ടൊക്കെ ഉള്ള വിവരങ്ങൾ കിട്ടിയിട്ടുണ്ട്. അതിന്മേലൊക്കെ ശക്തമായ നടപടി സ്വീകരിക്കുന്നതാണ്. അതിന് ആവശ്യമായ പരിശോധനയ്ക്ക് ആവശ്യമായ പ്രത്യേക സ്ക്വാഡുകളെ
നമ്മളിവിടെ രൂപീകരിക്കുന്നതാണ്. ന്യൂസ് ബ്യൂറോ, പത്തനാപുരം. സ്വർണ്ണം വെള്ളി നിരക്കുകൾ. ഇന്നത്തെ സ്വർണം വെള്ളി നിരക്കുകൾ നിങ്ങൾക്കായി അവതരിപ്പിക്കുന്നത് പവിത്രം ജുവല്ലേഴ്സ് പുനലൂർ. പ്യുവർ 916 ഹോൾമാർക്ക് ഗോൾഡ്. ഇന്നത്തെ സ്വർണം വെള്ളി നിരക്കുകൾ നിങ്ങൾക്കായി അവതരിപ്പിച്ചത് പവിത്രം ജുവല്ലേഴ്സ് പുനലൂർ. പ്യുവർ 916 ഹോൾമാർക്ക് ഗോൾഡ്. പ്രധാന വാർത്തകൾ ഒരിക്കൽ കൂടി. കുന്നിക്കോട് പോലീസ് വൻ പാൻ മസാല ശേഖരം പിടികൂടി. കടയുടമ അറസ്റ്റിൽ. ഉറുകുന്ന് സ്വദേശിയെ കൃഷിയിടത്തിൽ മരിച്ച നിലയിൽ കണ്ടെത്തി. ഹൃദയാഘാതമാകാം മരണകാരണമെന്നാണ് പോലീസിന്റെ പ്രാഥമിക നിഗമനം. ചിതറ സ്കൂളിലെ സ്ഥിരം ശല്യക്കാരായ വാനരന്മാരെ വനപാലകർ വലയിലാക്കി. വാർത്തകൾ സമാപിക്കുന്നു. കൂടുതൽ വാർത്തകൾക്കും ദൃശ്യങ്ങൾക്കും ഞങ്ങളുടെ വെബ്സൈറ്റ് www.livevarta.com സന്ദർശിക്കുക. നമസ്കാരം. ലൈവ് വാർത്ത നിങ്ങൾക്കായി അവതരിപ്പിച്ചത് പുനലൂർ ഇലക്ട്രിക്കൽസ്, വെറൈറ്റി ലേഡീസ് കളക്ഷൻസ് പുനലൂർ, കിങ്സ് മെഡിക്കൽ ലാബ് പുനലൂർ, ഇടിമണിക്കൽ ജുവലറി പുനലൂർ, കുരുമ്പേലിൽ ഇലക്ട്രോണിക്സ് പുനലൂർ, ശങ്കർ സായി ഹോസ്പിറ്റൽ പുനലൂർ.